ഡോക്ടർ രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചതിൽ വിവാദം കനക്കുകയാണ്. നേരത്തെ ബംഗാളിൽ ബി.ജെ.പി നടത്തിയ സമാന നിയമനം ചൂണ്ടിക്കാട്ടി വിമർശനം ഉന്നയിക്കുകയാണ് സിപിഐഎമ്മും സിപിഐയും ഐഎൻഎല്ലും. ബംഗാളിലെ പോലെ വലിയ കൊള്ളയ്ക്കുള്ള പ്രതിഫലമാണോ എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്ന് പി. രാജീവ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും മുൻപ് വി.ഡി. സതീശൻ നടത്തിയ മംഗലാപുരം യാത്ര സംശയാസ്പദമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കുന്നതിൽ തെറ്റുണ്ടോ? വിവാദ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ജനാഭിപ്രായം തേടുന്നു. ഹാൻസ്, രണ്ടാഴ്ച മുമ്പ് വരെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേൽക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് നിയന്ത്രിച്ച ഒരു നാൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് ശരിയാണോ? നമുക്ക് സാധാരണക്കായ ആളുകളോട് തന്നെ അഭിപ്രായം ചോദിക്കാം. നല്ല ഭൂരിപക്ഷത്തോട് 102 സീറ്റിൻ്റെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് അവർ അധികാരത്തിലെത്തിയത്. ഈ അധികാരത്തിൽ വന്ന് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആ മുഖ്യമന്ത്രി സംഘപരിവാർ ശക്തികളുടെ ആജ്ഞാനുവൃത്തിയായി പ്രവർത്തിക്കുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഇലക്ഷൻ കമ്മീഷനെ അദ്ദേഹത്തിൻ്റെ പേശശാവിലെ ഉന്നതിയിൽ കൊണ്ടെത്തിച്ചത്. ഇത് വ്യവസ്ഥാപിതമായി വളരെ അപകടമാണ്. ഇപ്പോഴത്തെ ഇലക്ഷൻ പിന്നെ എല്ലാം അട്ടിമറിക്കപ്പെടുകയും എല്ലാം പിന്നെ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിലൊരു പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല. എന്തും ചെയ്യാം. ഇപ്പോൾ അധികാരം കിട്ടുന്നവർക്ക് എന്ത് ചെയ്യാം, അധികാരം കിട്ടാത്തവർ അവരുടെ രീതി ചെയ്യും. ഇതാണ് ഇപ്പം നടന്നു വരുന്നത്. ഇതിനെ ആരെതിർക്കും, ആര് പിന്നെ ഇതിനെ പിന്നെ ഇല്ലാതാക്കും. ശരിയാണത്, അത് നല്ല കാര്യമാണത്. എന്തുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയില്ലേ? നിയന്ത്രിച്ച ആളായതുകൊണ്ടാണല്ലോ ഇത്തിരി ഭൂരിപക്ഷങ്ങൾ കിട്ടിയത്. അതിപ്പോൾ ശരിയായ നടപടിയല്ല. പിന്നെ മുഖ്യമന്ത്രിക്ക് നല്ല രീതി നടത്തിക്കാൻ ഒരു വിശ്വാസം അദ്ദേഹത്തിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഭരണം നടത്താൻ താല്പര്യമുള്ളതുകൊണ്ട് കുറച്ചുകൂടി വിദ്യാഭ്യാസം കഴിവുള്ളവരെ എടുക്കണമെന്നുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് എടുത്താൻ തോന്നുന്നു. അതിൽ തെറ്റൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം ഭംഗിയായി കൊണ്ടുപോകാൻ, അതിൻ്റെ മുകളിൽ ഭരിക്കുന്ന ആളുകളെ സഹായിക്കുവാൻ വേണ്ടി, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നല്ല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതാണ്. ഭരണം നേരെ കൊണ്ടുപോകാൻ വേണ്ടി അത് നല്ലൊരു പ്രവൃത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് നമ്മുടെ വിദഗ്ധ ഉദ്യോഗസ്ഥന്മാരെ എല്ലാ ഭരണാധികാരികളും എടുക്കാറുണ്ട്. പിന്നെ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായാണ് അവരുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാന ചുമതല ഏൽപ്പിക്കുന്നത്. അത് അവർ കൃത്യമായി ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ഉദ്യോഗ തലത്തിലേക്ക് വരികയാണ്. അവർ ശരിയാണെങ്കിൽ അവരെ എടുക്കുക എന്നുള്ളതാണ്. ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നല്ല ഉദ്യോഗസ്ഥരെ കണ്ടെത്തി അതെടുക്കുന്നത് സാധാരണമാണ്. ഇല്ല, കേരളത്തിലെ സ്ഥിതിയും ബംഗാളിലെ സ്ഥിതിയും രണ്ടാണല്ലോ. കേരളത്തിൻ്റെ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും പുതിയ സർക്കാർ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ശരിയായ നടപടി മുമ്പും ഇതേപടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ ആയിരുന്നപ്പോഴും അങ്ങനെ എടുത്തിട്ടുണ്ട്. അറേഞ്ച്മെൻ്റ് എന്നുള്ള നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതിലേക്ക് പോകുന്നത്. അവർ സർക്കാർ സർവീസിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. പോയിട്ട് ആ സർക്കാർ സർവീസ് അത് തീരുമ്പോൾ, കാലാവധി കഴിയുമ്പോൾ അവർ തിരിച്ച് സർക്കാർ സർവീസിലേക്ക് വരണമല്ലോ. അപ്പോൾ അവർക്ക് പകരം പോസ്റ്റ് കൊടുത്താലേ പറ്റുള്ളൂ. രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രി സെക്രട്ടറിയായി നിയമിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ സംശയത്തിലാക്കുമെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. അതേസമയം മികച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലൂടെ സർക്കാർ സംവിധാനം കൂടുതൽ സുശക്തമാകുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും മുൻപ് ടിക്കാറാം മീണയെ അടക്കം നിയമിച്ചതും ചിലർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ജനങ്ങൾ പറയുന്നത്. ക്യാമറമാൻ MG മഞ്ജുഷിനൊപ്പം വാഷിക് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.